ഒരു ആരോപണം പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എവിടെയാണ് ഉന്നയിക്കേണ്ടത്? അത് കൃത്യമായി പറഞ്ഞാൽ എല്ലാം തന്നെ പാർലമെന്റിൽ ഉന്നയിക്കാം. പാർലമെന്റിൽ അതിനുള്ള ലൈസൻസ് ഉണ്ട്. കാരണം എന്ത് പൊട്ടത്തെറ്റും പറയാം. കാരണം പാർലമെന്ററി പരിരക്ഷയുണ്ട്. പാർലമെന്റിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് പാർലമെന്റ് അംഗത്തിന്, സാമാജികന് സ്വാഭാവികമായി ലഭിക്കുന്ന ഒരു കവചകുണ്ഡലമാണ് പരിരക്ഷ, പാർലമെന്ററി പരിരക്ഷ. അവിടെ നിന്നുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷെ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ വോട്ട് ചോരി കാര്യം ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് പാർലമെന്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് പാർലമെന്റിന്റെ പുറത്ത് നിന്നുകൊണ്ടാണ്. അതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, പാർലമെന്റിനുള്ളിലാണെങ്കിൽ പരിരക്ഷ കിട്ടും. എനിക്ക് ആ പരിരക്ഷ ആവശ്യമില്ല. പാർലമെന്റിന് പുറത്താണെങ്കിൽ എനിക്ക് ഒരു പരിരക്ഷയും കിട്ടില്ല. നാടിന്റെ നിയമ സംവിധാനത്തിനകത്താണ്. ഒരുപക്ഷെ എന്നെ അറസ്റ്റ് ചെയ്യാം, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് അറസ്റ്റ് ചെയ്യപ്പെടാം. എനിക്കതിൽ ഭയമില്ല. ഞാൻ പറഞ്ഞത് സത്യസന്ധമാണ്, 100% സത്യമാണ്. അതുകൊണ്ടാണ് ഗുരുനാനാക്കിനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് സത്യത്തിന്റെ പ്രവാചകൻ 100% സത്യം സത്യമായി ജാനിത പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ പൊതുജന സമക്ഷം മാധ്യമങ്ങളുടെ മുന്നിൽ പവർ പോയിന്റ് പ്രസന്റേഷനായി ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ആ ധൈര്യം വേണമെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം.